ഹായ് ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് റൂം ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചേ. ഞാൻ ആഴ്ചയിൽ ഒരു വട്ടം ഞാൻ റൂം ക്ലീൻ ചെയ്യും കേട്ടോ. കാരണം ഞാൻ പിള്ളേരുള്ള വീടല്ലേ. അപ്പോൾ ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം ഞാൻ റൂം ക്ലീൻ ചെയ്യും കേട്ടോ. അപ്പോൾ കട്ടിലും ഇങ്ങോട്ടൊക്കെ ഇട്ടിട്ട് ഞാൻ നോക്കണേണ് എവിടെ ഇടും. കാരണം നേരത്തെ ഇട്ട് കൊടുത്തുനിന്നൊക്കെ ഞാൻ കട്ടിൽ മാറ്റും. എനിക്ക് അങ്ങനത്തെ ഒരു ചെറിയൊരു അസുഖമുണ്ട്. നേരത്തെ കിടന്നിടത്ത് ഞാൻ പിന്നെ കട്ടിലിടൂല. കട്ടിലൊന്നും അതല്ല, അലമാരി അതുപോലെ തന്നെ ടേബിൾ ഞാൻ ഇടൂല കേട്ടോ. എനിക്ക് തോന്നിയ സ്ഥലത്തൊക്കെ ഇടും. ചിലവർ എന്താ പറയുക, ദിശ നോക്കിയിട്ടൊക്കെ ഇടും. ഞാൻ അങ്ങനെയൊന്നും ഇടൂല. പക്ഷെ അതിനൊക്കെ എനിക്ക് ചിത്തേക്കാറുണ്ട്. പക്ഷേ എനിക്ക് വൃത്തിയാൻ തോന്നുന്ന സ്ഥലത്ത് ഞാൻ കട്ടിലും കിടക്കുകയൊക്കെ ഇടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ കട്ടിനടിയിലത്തൊക്കെ സാധനങ്ങളൊക്കെ ബെഡിൻ്റെ മുകളിലേക്ക് ഇട്ടിട്ട് എല്ലായിടത്തും എന്താ പറയുക, മാറാലേക്ക് ഉണ്ട്. ഭിത്തിയിലാണെങ്കിലും എല്ലായിടത്തും മാറാലേക്ക് ഉണ്ട്. അപ്പോൾ ആ മാറാലേക്ക് തൂത്ത് തുടച്ചപ്പോൾ സായണിയിൽ അടിയിൽ കുറേ കളിപ്പാട്ടങ്ങളുണ്ടായി. കട്ടിൻ്റെ അടിയിൽ കളിപ്പാട്ടങ്ങളൊക്കെ പറക്കി വെച്ചതിൽ ചാക്ക് എടുത്തപ്പോൾ ചാക്കിൽ നിന്ന് മിക്കതും പുറത്തേക്ക് പോയി. അപ്പോൾ അവൾ അടിയത്തെ ചാക്കിൽ നിന്നൊക്കെ എടുത്ത് കളിപ്പാട്ടങ്ങളൊക്കെ എടുത്ത് കളിക്കണം, അടിയിൽ തന്നെ ഇരിക്കണം. പിന്നെ ആ മേളിൽ കയറ്റിയിരുത്തിയപ്പോൾ സാധനം നല്ല കരച്ചിലായിരുന്നു, കട്ടിൻ്റെ മേളിൽ കയറ്റിയിരുത്തിയപ്പോൾ. പിന്നെ അലമാരി ഇരുന്നോടത്ത് ഞാൻ ഇപ്പോഴത്തെ സ്ഥലത്തേക്ക് കൊണ്ടുവന്ന് വെച്ചിട്ടാണ്. ഞാൻ ഒറ്റക്കനാണ് നീക്കണത്, വേറെ ആരും ഇല്ലേ. അപ്പോൾ ഞാൻ ഒറ്റക്ക് നീക്കണതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ് കാണുന്നത്. കാരണം അലമാരിലുള്ള ഡ്രസ്സും കൂടി ആകുമ്പോൾ നല്ല ഭാരം ഉണ്ടാവുമല്ലോ. ഞാൻ പിന്നെ എങ്ങനെയൊക്കെയോ നീക്കി അവിടം വരെ എത്തിയതിന് ശേഷം അലമാര നോക്കണേ, ഈ വലിയ അലമാര ഞാൻ തന്നെയാണ് ബുക്ക് ചെയ്യുന്നത്. കാരണം ഞാൻ തന്നെയാണ് ഇതൊക്കെ ചെയ്യണത്. എന്നാലും ഇന്ന് രാവിലത്തെ ഫുഡ് കഴിക്കാത്തതിന് ഭയങ്കര ക്ഷീണം ഉണ്ടായിരുന്നു എനിക്ക്. അപ്പം പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഫുഡ് കഴിക്കാൻ വിചാരിച്ചിട്ടാണ് പിന്നെ ഒന്നും കഴിക്കാണ്ടൊക്കെ ഇരുന്നത്. പിന്നെ ഞാൻ വന്നിട്ട് എൻ്റെ ഷോ ആണ് കാണുന്നത് നിങ്ങൾ. അതിനുശേഷം കട്ടിലുണ്ടായിരുന്ന സ്ഥലത്ത് ഞാൻ അങ്ങോട്ട് നീക്കിയിട്ട് അലമാര ഇട്ടേച്ചേട്ടാ. അപ്പോൾ അലമാരുള്ള സ്ഥലത്ത് കട്ടിലിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ അലമാര ഇരുന്ന് ഭിത്തിൻ്റെ സൈഡിലൊക്കെ മാറാലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചൂലിട്ട് ആ മാറാലൊക്കെ ഒന്ന് തൂത്തിട്ട് കട്ടിൽ അങ്ങോട്ട് ഇടാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമുക്കൊരു കുഞ്ഞിക്കട്ടിലുണ്ട് കേട്ടോ. കാരണം വലിയ കട്ടിൽ നമുക്ക് നാലുപേരും കിടക്കാൻ പറ്റില്ല. കാരണം ചായക്ക് നല്ല സ്ഥലം വേണം കിടക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ടിട്ട് ചെയ്യാനെ ഞങ്ങൾ മാറ്റിയാണ് കിടത്തുന്നത്. മാറ്റിയൊന്നുമില്ല, എന്നാലും നമ്മുടെ കട്ടിൽ കുഞ്ഞിക്കട്ടിൽ നമ്മൾ വലിയ കട്ടിൽ മുട്ടിച്ചിട്ടിട്ടാണ് കിടത്തുന്നത്. അപ്പോൾ അവനിക്കും കുഴപ്പമുണ്ടാവില്ല, ഇവൾക്കും കുഴപ്പമില്ല. അപ്പോൾ അങ്ങനത്തെ രീതിയിലാണ് നമുക്ക് ഇടുന്നത് കട്ടിൽ. അപ്പോൾ രണ്ട് കട്ടിലിടാൻ വേണ്ടിയുള്ള സ്പേസ് വേണം നോക്കണം. പക്ഷെ ഞാൻ ഇട്ടപ്പോൾ പൊട്ടത്തരം കാണിച്ചിട്ടാണ്. കാരണം രണ്ട് കട്ടിൽ അങ്ങനെ ഞാൻ വിചാരിച്ച രീതിയിൽ ഇടാൻ പറ്റില്ല. കാരണം നമുക്ക് വാതിൽ അടക്കാനോ തുറക്കാനോ പറ്റില്ല. ഞാൻ വിചാരിച്ച് കുഴപ്പമില്ല, അവിടെ തന്നെ കിടക്കട്ടെ. അങ്ങനെ കട്ടിലെല്ലാം നീക്കി കട്ടിനടിയിൽ സാധനങ്ങളൊക്കെ മാറ്റിയിട്ട് അതിൻ്റെ അടിയിലൊക്കെ അടിച്ച് വരയിട്ടിട്ട് കട്ടിലിടാൻ പറ്റിയ ഒരു സ്ഥലത്ത് തന്നെ ഇട്ടിട്ടാണ്. പിന്നെ മറ്റേ കട്ടിലിടാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഇട്ടത്. പക്ഷേ ഇട്ട് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അതും പറ്റൂല എന്നുള്ളത്. കാരണം വാതിലടക്കാൻ പറ്റൂല, തുറക്കാനും പറ്റൂല. കുഞ്ഞിക്കട്ടിൽ പിന്നെ ബാക്കോട്ട് നീക്കിയിട്ടിട്ട് വേണം വാതിലടക്കാനും തുറക്കാനൊക്കെ. പിന്നെ ഞാൻ വിചാരിച്ചു കുഴപ്പമില്ല, അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ കട്ടിൻ്റെ അടിയിൽ സാധനങ്ങളൊക്കെ ഞാൻ ബെഡിൻ്റെ മുകളിലേക്കാണ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, കട്ടിൻ്റെ അടിയിലെ സാധനങ്ങളൊക്കെ എല്ലാം തൂത്ത് മാറാലേക്ക് ഉണ്ടായിരുന്നു കേട്ടോ. മാറയിലൊക്കെ തൂത്ത് നേരിട്ട് പിന്നെയും കട്ടിനടി തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട്. മാറയിലൊക്കെ തൂത്തിട്ടാണ് എടുത്ത് വെച്ചത്. തൂത്തിട്ടൊക്കെ എടുത്തതിന് ശേഷം കട്ടിൻ്റെ മേളിൽ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ചാക്ക് കളിപ്പാട്ടമൊക്കെ കേട്ടോ. കട്ടിൻ്റെ മേളിൽ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചാക്കൊക്കെ ഞാനായിട്ട് കട്ടിൻ്റെ മേളിൽ എടുത്ത സാധനങ്ങളൊക്കെ താഴെ തന്നെ എടുത്ത് വെക്കുന്നുണ്ട്. ഇടയ്ക്ക് ഞാൻ കാണാൻ വേറൊന്നും കൊണ്ടല്ല, ഞാൻ കട്ടിൻ്റെ അടിയിലായിരിക്കും. കാരണം കട്ടിൻ്റെ അടിയിൽ സാധനം എല്ലാം ഒതുക്കി വെച്ചാൽ എനിക്ക് സ്ഥലം തോന്നിക്കുള്ളേ. അപ്പോൾ കട്ടിൻ്റെ മേളിലെ ചാക്കൊക്കെ എടുത്തിട്ട് ഞാൻ കട്ടിൻ്റെ അടിയിലേക്ക് ഞാൻ ഒതുക്കി ഞാൻ എടുത്ത് വെക്കുന്നത് കേട്ടോ. എന്താണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ എടുത്തൊതുക്കി വെച്ചതിന് ശേഷം എനിക്ക് ഭയങ്കര ദാഹം, ഭയങ്കര ക്ഷീണം, തലകറങ്ങാനൊക്കെ പോലെ തോന്നി. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും പോയി നാസ്ത ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. നാസ്ത ഞാൻ തിന്നില്ല, കാരണം കുറച്ച് കഴിഞ്ഞിട്ട് പെട്ടെന്ന് റെഡിയാകാൻ വിചാരിച്ചിട്ട് ഞാൻ തിന്നാണ്ടിരുന്നത്. പക്ഷെ തുടങ്ങി വന്നപ്പോൾ ഇത് ഇപ്പം തീരില്ല എന്ന് മനസ്സിലായത്. കാരണം അമ്മാതിരി പൊടി ഉണ്ടായിരുന്നു. കാരണം മൂത്തവനിക്ക് വയ്യാണ്ടൊക്കെ ആയിട്ടൊക്കെ ഹോസ്പിറ്റലൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ ആ ഓട്ടം എല്ലാം കൂടിയൊക്കെ ആയപ്പോൾ വീട് ഞാൻ ക്ലീൻ ചെയ്യും, പക്ഷേ റൂം എനിക്ക് അങ്ങനെ ക്ലീൻ ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ ഞാൻ എല്ലാ ദിവസവും ആഴ്ചയിലാണെങ്കിൽ ഞാൻ മാറ്റിയിട്ടൊക്കെ തുടക്കലടിക്കലൊക്കെയാണ്. പക്ഷേ തുടക്കലടിക്കലൊക്കെ ചെയ്യും. പക്ഷേ എന്ന് വെച്ചാൽ മാറ്റിയിട്ട് അടിച്ചാലൊന്നും തുടക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനപ്പോൾ ഇന്ന് കിട്ടിയതല്ല, അപ്പോൾ ഇന്ന് എന്തായാലും ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ ചെയ്തതാണ് കേട്ടോ. പക്ഷേ പണി പാളിയെന്ന് പറഞ്ഞ പോലെ പണി വെള്ളത്തിൽ കിട്ടിയെന്ന് അങ്ങനത്തെ ഒരു അവസ്ഥയായിപ്പോയി. പിന്നെ കുഞ്ഞിക്കട്ടിൽ ഞാൻ ഇതൊക്കെ എല്ലാം മാറ്റിയിടാനായിട്ട് പറ്റാതെ ഞാൻ ഹോളിട്ടിട്ടുണ്ടായിരുന്നു കുഞ്ഞിക്കട്ടിൽ. അത് പിടിച്ച് നീക്കണേൻ്റെ കാട്ടായോട് നിങ്ങൾക്ക് കാണാനായിട്ടാ. അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്ത ഞാൻ തന്നെയാണ് പിടിച്ച് അങ്ങോട്ട് ഇട്ടത്. എങ്ങനെ ഇട്ടതെന്ന് എനിക്കൊരു ഓർമ്മയില്ല. ഇട്ടപ്പോൾ വേഗം പറ്റും, പക്ഷെ ഇങ്ങനെ എടുക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ നീക്കി കൊണ്ടുതന്നെ അതിനിടയ്ക്ക് അവിടെ ഇവിടെയൊക്കെ തട്ടിമുട്ടിയൊക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെ ഞാൻ മാറ്റി
പിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഞാൻ ഇട്ടപ്പോഴാണ് മനസ്സിലായത് എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വാതിൽ തുറക്കാൻ പറ്റൂലെന്ന്. പിന്നെ ഒന്നും നോക്കിയില്ല, കട്ടിൽ അവിടെ തന്നെ ഇട്ടിട്ടാ. കാരണം വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഇപ്പുറത്ത് ഞാൻ എല്ലാം ടേബിളും പിന്നെ കട്ടിലും അലമാരി ഒക്കെ ഞാനൊന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതൊക്കെ ഞാൻ എടുത്ത് ഇപ്പുറത്തേക്ക് ഇടുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു വേണ്ട, ഇപ്പം തൽക്കാലം ഇങ്ങനെ തന്നെ ആവട്ടെ. ജായ കളിക്കണ വെച്ചായിട്ട് നിങ്ങൾ കേൾക്കണത്, അവളെ വണ്ടി ഓടിച്ച് കളിക്കുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങനെ തന്നെ ഇടാമെന്ന് വിചാരിച്ച്. പിന്നെ ഞാൻ വിചാരിച്ചു ഇങ്ങനെ തന്നെ ഇടാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ തന്നെ ഇടണേണ്ടിട്ട്. ഇക്ക വരുമ്പോൾ എന്തായാലും നല്ല ചീത്തയേക്കും, മാലടക്കാനും തുറക്കാനും വരാം. എന്നാലും കുഴപ്പമില്ല, ഞാൻ ഇങ്ങനെ തന്നെ ഇടാമെന്ന് വിചാരിച്ചു. കാരണം ഞാൻ പെട്ടുപോയി എന്ന് പറഞ്ഞാൽ ഞാൻ നോക്കി നിൽക്കണം കേട്ടോ. കട്ടിലിട്ടേണ്ടി ആ ഒരു നോട്ടമുണ്ട്, എന്ത് ചെയ്യും എന്നുള്ളൊരു നോട്ടമുണ്ട്. എന്നാലും വേണ്ടിയില്ല, അങ്ങനെ തന്നെ കിടക്കട്ടെ വിചാരിച്ചു. കാരണം ഇതെങ്ങനെയാലും ചെയ്ത് കഴിഞ്ഞിട്ട് ഇന്ന് വെള്ളിയാഴ്ചയും കൂടിയാണ്, ജുമയും കൂടിയാണ്. അപ്പോൾ എങ്ങനെയാണെങ്കിൽ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് നിസ്കരിക്കാനോ ഊതാനൊക്കെ ഇരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിങ്ങനെ വേഗം ചിലവിടെയും തീർക്കാനുള്ള രീതിയിലാണ് ചെയ്ത് തുടങ്ങിയത്. പക്ഷേ ഇവിടെ ഒന്നിനും പറ്റണ്ടല്ലോ, അത്രയും മാറാലും പൊടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ റൂമിൽ. അതാ ഞാൻ പറഞ്ഞു പെട്ടു എന്ന് ഞാൻ പറയുന്നുണ്ട്. കണ്ടോ, രണ്ട് കട്ടിലിട്ടപ്പോൾ വാതിൽ എനിക്ക് അടക്കാൻ പറ്റില്ല. പിന്നെ ഇപ്പുറത്തെ സൈഡിലാണെങ്കിൽ ഞാൻ അലമാരയും അതുപോലെ തന്നെ എന്താ പറയുക, എനിക്ക് ടേബിളൊക്കെ ഉണ്ട് കേട്ടോ, ഷൂ ഒക്കെ വെക്കണതും പിന്നെ കുറച്ച് ഐറ്റംസൊക്കെ വെക്കണം ടേബിളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ടേബിൾ വെക്കാനായിട്ട് എനിക്ക് അവിടെയും പറ്റില്ല. അപ്പോൾ അതൊക്കെ മാറ്റേണ്ടി വരും. അപ്പം ഞാൻ അതിൻ്റെ ഇടയ്ക്ക് പോയിട്ട് അടുക്കളയിൽ പോയിട്ട് നാരങ്ങ വെള്ളം ഉണ്ടാക്കിട്ടോ. അത് കുടിച്ചപ്പോൾ ഒരു സമാധാനം ഉണ്ടായിരുന്നു. കാരണം അത്രയും നേരം ഒന്നും കഴിക്കാണ്ടിരുന്നപ്പോൾ സമയം എന്തോ 12 മണിയൊക്കെ ഉണ്ടായിട്ടപ്പോൾ അത്ര നേരം ഒന്നും കഴിക്കാതെ അപ്പോൾ എനിക്ക് എന്തൊരു ഇടങ്ങേരം എടുത്തപ്പോൾ ഞാൻ പോയിട്ട് നാരങ്ങളുണ്ടാക്കി. അപ്പോൾ ഞാൻ കുടിക്കാൻ വേണ്ടിയിട്ട് ചായ അവിടെ കിടന്ന് ഇന്നു അമ്മമ്മ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ചായക്ക് കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട്. അവളും കുടിച്ചപ്പോൾ അവൾക്കും ഒരു സമാധാനം, ഇത്ര നേരം കളിച്ചതല്ലേ. അപ്പോൾ കളിച്ചതിൻ്റെ ഒരു ടയേർഡായപ്പോൾ അവളും നാരങ്ങളും കുടിച്ചിട്ടോ. അത് കുടിച്ചിട്ട് പിന്നെയും ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവൾക്ക് ഇടങ്ങനെ എടുത്തിട്ടുണ്ടാവായിരിക്കും കളിച്ചിട്ട്. ഞാൻ അവൾക്ക് കൊടുത്തത് ഞാനും കുടിച്ചു. അതിന് ശേഷം ഞാൻ കട്ടിലിനെ മേളൊതുക്കാൻ നിന്നിട്ടോ. കാരണം കട്ടിലിനെ മേളൊതുക്കിക്കാനിട്ട് ചായക്ക് ഉറക്കം തന്നെ ഉണ്ടാവുമല്ലോ. അപ്പോൾ കട്ടിലിനെ മേലെ ഒതുക്കാൻ നിന്ന്. അപ്പോൾ ഒതുക്കാനായിട്ട് അവൾ സമ്മതിച്ചില്ല. അവൾ കിടന്ന് നല്ല കളിയായിരുന്നു കട്ടി. അപ്പോൾ അവിടെ തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ ഈ ഷെൽഫ് ഒതുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ മോൻ്റെ ഷൂ ആണ് ഇത്രയുണ്ട്. അപ്പോൾ ഇവൻ്റെ ഷൂ ഞാൻ എപ്പോൾ ഒതുക്കി വെച്ചാലും അവനെ പിന്നെ എല്ലായിടത്തും പോകുമ്പോൾ അവൻ തന്നെ എടുത്ത് കുഴച്ചുമൊക്കെ മറിച്ചൊക്കെ ഇടും. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ ഒതുക്കി സെറ്റാക്കി കഴിഞ്ഞാൽ അവനത് ഞാൻ പറയുന്നതനുസരിച്ച് അവൻ ചെയ്യുള്ളൂ. അപ്പോൾ പിന്നെ അതുകൊണ്ട് കുഴപ്പമില്ല വിചാരിച്ചു. അല്ലെങ്കിൽ അവനെ കൊണ്ട് തന്നെ ഷൂറാക്കി ഒതുപ്പിക്കാറ്. പക്ഷെ ഞാൻ ഇന്നിപ്പോൾ ഒതുക്കാനപ്പോൾ ഞാൻ തന്നെ ഒതുക്കാമെന്നൊക്കെ വിചാരിച്ചു. ഞാൻ അവൻ്റെ ഷൂവിലെല്ലാം പൊടിയുണ്ടായിരുന്നു. പിന്നെ അവൻ്റെ ഷൂ വെക്കുന്നിടത്തൊക്കെ നിറച്ചും പൊടിയായിരുന്നു. അപ്പോൾ അതൊക്കെ ഷൂ ഒക്കെ തട്ടി ഷൂവിലെ പൊടിയെല്ലാം തട്ടിയൊക്കെ മാറ്റിയിട്ട് ഞാൻ ഷൂ അടുക്കി വെക്കണേട്ടാ. അവൻ്റെ ഷൂ എല്ലാം കഴുകാനൊക്കെ ഉണ്ട്, എല്ലാം മുഷിനൊക്കെ ഇരിക്കുന്നതാണ്. പിന്നെ ഒരു ദിവസം അവൻ്റെ ഷൂ ഒക്കെ എടുത്ത് കഴുകാനായിട്ട്. അപ്പോൾ ഷൂറൊക്കെ ഒതുക്കിക്കഴിഞ്ഞ ശേഷം സായാൻ്റെ ചെരുപ്പുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. സായാൻ്റെ ചെരുപ്പുകൾ ഇതേപോലെ തന്നെ ഞാൻ അടിക്കാണ് വെക്കണം ഇപ്പോഴത്തെ റാക്കിൽ. പക്ഷേ എല്ലാം പൊടി പിടിച്ച് പോകണം, കാരണം ഇങ്ങനെ തുറന്ന് വെക്കാം. അപ്പോൾ ഞാൻ എന്ത് നല്ല ചെരുപ്പുകളൊക്കെ ഒരു ബാഗിലാക്കി വെച്ചു സായാൻ്റെ. പിന്നെ വീട്ടിലിടുന്നത് അടുത്തൊക്കെ പോകുന്ന ചെരുപ്പുകൾ മാത്രം സായാൻ്റെ ഷൂ വെക്കണോട് ഞാൻ എടുത്ത് വെച്ചു കേട്ടോ. ബാക്കിയൊക്കെ ഞാൻ നല്ല എടുത്ത് വെച്ചു. പിന്നെ ഈ റാക്ക് ഫുള്ളും എനിക്ക് ഒതുക്കാനുള്ളതാണ് കേട്ടോ. ഇതൊരു 5-6 റാക്കുണ്ട്. ആ റാക്ക് ഫുള്ള് മെനകേടായി കിടക്കണമായിരുന്നു. അപ്പോൾ അതൊക്കെ എനിക്കൊന്ന് ഒതുക്കണം. കാരണം കാൻ്റെ രാവിലത്തെ പോക്കും ചെയ്യാൻ്റെ സ്കൂൾ പോക്കൊക്കെ ആയതുകൊണ്ട് അവിടെ നിന്ന് ഇവിടുന്ന് വലിച്ചാരി എടുക്കുമ്പോൾ ഞാൻ അതൊന്നും ഒതുക്കാറുണ്ടാവില്ല. അന്നൊന്ന് ഒതുക്കി വെക്കും. എന്നാലും പിന്നെ വരുമ്പോഴും വൈകിട്ട് വരുമ്പോഴാണെങ്കിലും ചെയ്യാൻ്റെ മെയിൻ ഹോബിയാണ് ഇവിടെ വന്ന് കളിക്കലിട്ടാ. കാരണം എല്ലാ സാധനങ്ങളും ഇവിടെ തന്നെ വെക്കാറുണ്ട്, കളിപ്പാട്ടമൊക്കെ. അപ്പോൾ ഞാൻ ഈ പ്രാവശ്യമായപ്പോൾ കളിപ്പാട്ടമൊക്കെ അവിടെ നിന്നൊക്കെ എടുത്ത് മാറ്റിയിട്ട് ഞാൻ എല്ലാം ഒരു ബാഗിലൊക്കെ ആക്കി വെച്ചു. കണ്ടു ഇവിടെ ഫുൾ സെറ്റായിട്ടാണ്. പിന്നെ ഇവിടെയാണെങ്കിൽ ഞാൻ എൻ്റെ തലങ്ങാണിയും അതുപോലെ തന്നെ അങ്ങനത്തെ നിസ്കാരക്കുപ്പയൊക്കെ അവിടെ തന്നെ വെച്ചു. ഈ ഫുൾ റാക്ക് ഫുള്ള് സെറ്റാക്കി. എല്ലാ വേസ്റ്റുകളെല്ലാം എടുത്ത് ഞാൻ കളഞ്ഞിട്ട് ഫുള്ള് ഇപ്പം നല്ല വൃത്തിയുണ്ട് കാണാൻ. കുറച്ച് നേരം മതി. ഞാൻ വന്ന് സ്കൂൾ ടൈമിൽ തന്നെ പിന്നെ അത് മെനകേടാവും കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞ് സമാധാനപ്പെടുമ്പോൾ കുഴപ്പമുണ്ടാവില്ല. മടിയൊക്കെ എടുത്ത് കാണിക്കുമ്പോൾ അവനും ഉഷാറാവും. മടിയൊക്കെ എടുത്ത് കാണിക്കുമ്പോൾ. പിന്നെ അതിന് ശേഷം ഞാൻ ബെഡിലെ സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റിയിട്ട് ബെഡ്ഷീറ്റൊക്കെ മാറ്റിയിടും. കാരണം ഞാൻ നിറച്ചും പൊടിയായിരുന്നല്ലോ, ചാക്ക് ഇതൊക്കെ വെച്ചപ്പോൾ പൊടിയായിരുന്നു. അപ്പം ഞാൻ പിന്നെ ആ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റിയിട്ട് വേറെ ബെഡ്ഷീറ്റൊക്കെ എടുത്തിട്ട് ഒന്ന് കുടഞ്ഞ് ആ ബെഡ്ഷീറ്റ് വലിയതിന് ബെഡ്ഷീറ്റ് എടുത്തിട്ടു. അപ്പോൾ ചെറുതിന് ഇനി ബെഡ്ഷീറ്റ് എടുത്തിടണം. അപ്പോൾ സായന ചെറുതിലേക്ക് എടുത്തേക്കുന്നതാണ്. കാരണം നിറച്ച് ബാക്ക് ഇവിടെ താഴത്ത് നല്ല പൊടികളാണ്. അപ്പോൾ താഴത്ത് പൊടിയൊക്കെ ഒന്ന് തട്ടി മാറ്റാനായിട്ടാണെങ്കിൽ താഴെ സമ്മതിക്കണമില്ല. അവൾക്ക് അറിയാനുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അവൾക്ക് ഉറക്കം വന്നിട്ട് രാവിലെ അവൾ കുളിയൊക്കെ കഴിഞ്ഞതാണേ. അപ്പോൾ രാവിലെ കുളിച്ച് കഴിഞ്ഞ് ഞാൻ അവൾക്ക് എടുത്ത് ഉറക്കാനായിട്ട് അവൾ സമ്മതിച്ചില്ല. അവൾക്ക് കളിക്കണം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഇതായിരുന്നു. അപ്പോൾ ഞാൻ കളിക്കാൻ പിന്നെ എന്നെ ഹെൽപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടായിരിക്കും. പക്ഷേ മൂപ്പരാൾ നല്ല കരച്ചിലായിരുന്നു, ഉറങ്ങാൻ വേണ്ടിയുള്ള കരച്ചിൽ.
അങ്ങനെ പിന്നെ ഞാൻ വലിയ ബെഡിലൊക്കെ ഒന്ന് സെറ്റായിക്കണ്ട് ചെറിയ ബെഡ് നീക്കിയിട്ട് അതിന് ബെഡ്ഷീറ്റ് അപ്പുറത്തെ റൂമിൽ നിന്ന് എടുക്കാൻ പോയി. അപ്പോൾ അത് നല്ല കരച്ചിലായിരുന്നു, ഇന്നു എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഞാൻ ഈ ഒരു ബെഡ്ഷീറ്റും കൂടി പിടിച്ചിട്ട് അവൾ പാലെടുത്ത് കിടത്തി ഉറക്കാൻ വിചാരിച്ചിട്ടോ. എന്നിട്ട് പിന്നെ അവളെ ഞാൻ സോപ്പ് സമാധാനിപ്പിച്ചിട്ടുണ്ട്. കാക്കയൊക്കെ പാട്ടുപാടി ഞങ്ങൾ സമാധാനിപ്പിച്ചു. എന്നാലും അവൾ സമാധാനിക്കണ്ട. പിന്നെ കരച്ചിലുള്ള സൗണ്ട് കൂടി, ഇന്നോ എന്നുള്ള സൗണ്ട് കൂടി. അതാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. കരഞ്ഞത്ത് വെറുതെ കിടന്ന് കരയും. എത്രത്തോളം ആൾക്ക് ഒച്ചെടുക്കാൻ പറ്റുമോ അത്രത്തോളം ഒച്ചെടുത്ത് കരയാം. എത്രത്തോളം ആൾക്കാരെ കാണിക്കാൻ പറ്റും അത്രത്തോളം അവൾ ആൾക്കാരെ കൂട്ടുകൂട്ടാ കരഞ്ഞിട്ട്. അവൾക്ക് ഞാൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് കരയണത്. ഉറങ്ങൂല, വെറുതെ എടുത്ത് ഞാൻ ഇരിക്കാനായിട്ട്. അവളെടുത്ത് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ സമയം പോവുകയുള്ളൂ. കാരണം എനിക്ക് ഇനി അടിച്ചൊക്കെ വാരി തുടച്ചൊക്കെ ഇട്ടാലേ എനിക്ക് എൻ്റെ കുളിക്ക് നിസ്കരിക്കാനൊക്കെ പറ്റുള്ളൂ. ഞാനപ്പോൾ വിചാരിച്ച് ഇതൊന്ന് ഒതുക്കിക്കഴിഞ്ഞാൽ റൂമൊന്ന് ഒതുക്കിക്കഴിഞ്ഞ ശേഷം അവളൊക്കെ എടുത്ത് ഉറങ്ങിക്കഴിഞ്ഞാൽ അത്രയും ഒരു സമാധാനം ഉണ്ടാവുമല്ലോ. അല്ലെങ്കിൽ അവൾക്കും പൊടിയൊക്കെ അലർജി ഉണ്ടാകും. ഇപ്പം തന്നെ ജലദോഷമൊക്കെയാണ് അവൾക്ക്. പിന്നെ പൊടികൾ പറയുന്നത്. പിന്നെ ഞാൻ അവളെ സമാധാനിപ്പിക്കുന്നതാണ് കാക്കയൊക്കെ പാട്ട് പാടിയിട്ട്. പിന്നെ അവൾ അപ്പുറത്തെ ബെഡിലേക്ക് കയറ്റിയിരുത്താനൊക്കെ വിചാരിച്ചു. അങ്ങനെ അവൾ ആണെങ്കിൽ ഒട്ടും സമ്മതിക്കണില്ല. ഞാനിതിപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം ഞാൻ എന്തായാലും ക്ലീൻ ചെയ്യാറുള്ളതാണ്. പക്ഷേ എന്താ പറയുക, ഇപ്പോൾ 2-3 ദിവസമായിട്ട് ഞാൻ അങ്ങനെ ക്ലീൻ ചെയ്യാറുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഇന്ന് എന്തായാലും ഒരു ഡീപ്പ് ക്ലീനിങ് ആയിട്ട് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അവളെ സമാധാനിപ്പിച്ചിട്ടൊക്കെയാണ് ഞാൻ ഇപ്പുറത്തെ കട്ടിലേക്ക്. പക്ഷേ അവിടെ ചെന്നിട്ട് നല്ല കരച്ചിലൊക്കെ തന്നെയായിരുന്നു. അപ്പം ഞാൻ പിന്നെ എന്ത് ചെയ്ത് പാട്ടൊക്കെ പാടി അവളെ ഒന്ന് സെറ്റാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അവിടെ കിടന്ന് കരഞ്ഞിട്ടാണ് ലാസ്റ്റ് ഞാൻ എടുക്കൂലെന്ന് വിചാരിച്ചു കിടന്ന് കരഞ്ഞിട്ടാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ എന്താ പറയുക, റൂം നല്ലോണം അപ്പുറത്തും ബെഡ്ഷീറ്റൊക്കെ നല്ലോണം വിരിച്ചൊക്കെ ഇട്ടതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു, അതങ്ങോട്ട് സെറ്റാക്കാൻ വിചാരിച്ചിട്ടോ. അപ്പോഴത്തേക്കും അവളെൻ്റെ അടുത്തേക്ക് വന്നെയാണ്. ഞാൻ എടുക്കും വിചാരിച്ചിട്ട് ഞാൻ അവളെൻ്റെ അടുത്തേക്ക് വന്നെയാണ്. പക്ഷേ എന്താ പറയുക, അവളെ ഞാൻ കുറച്ച് നേരം കളിപ്പിച്ചൊക്കെ ഇരുത്തിയിട്ടോ. പിന്നെ അവൾക്ക് എനിക്ക് മനസ്സിലായി ഇത് ഉറങ്ങാനുള്ള കരച്ചിലാണ്, അല്ലാണ്ട് വാശി പിടിച്ചുള്ള കരച്ചിലല്ല. അവളെടുക്ക് ഉറങ്ങാൻ വേണ്ടിയുള്ള കരച്ചിലാണ്. അതാണ് മേ എന്ന് പറഞ്ഞ് കരഞ്ഞോണ്ടിരിക്കുന്നത് കേട്ടോ. ആ കരച്ചിലാണ് ഞാൻ കാണുന്നത്. അപ്പം അതിനിടയ്ക്ക് ആരാ കരയണത്? സായ കരയണേണോ? അങ്ങനെ സായനൊക്കെ എടുത്ത് ഉറക്കി ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് അടിച്ചൊക്കെ വരയൊക്കെ ഇട്ട് എല്ലായിടത്തും അടിച്ചൊക്കെ വരയൊക്കെ ഇട്ടതിന് ശേഷം ഞാൻ തുടക്കാൻ നിന്നിട്ടാ. തുടച്ച് വേഗം തുടക്കാൻ വിചാരിച്ചിട്ടാണ്. കാരണം സായന ഇരിക്കണമ്പോൾ എനിക്ക് കുളിക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ തുടക്കാൻ നിന്നേ. ആരാണ് സായ ബേബി? ആരാണ് പറ, ആരാണ്? അപ്പോൾ തുടക്കലൊക്കെ അതിന് ശേഷം ഞാൻ കുളിക്കാനായിട്ട് കയറിയിട്ടോ. കുളിച്ച് കഴിഞ്ഞപ്പോൾ ഒരു സമാധാനമായി. കാരണം എൻ്റെ റൂം കണ്ടപ്പോൾ എനിക്കൊരു സമാധാനമായിട്ടോ. സമാധാനം കിട്ടിയപ്പോൾ എനിക്കൊരു എന്താ പറയുക, ഒരു സന്തോഷം എൻ്റെ റൂമിങ്ങനെ കണ്ടപ്പോൾ. കാരണം കുറേ നാളായ ശേഷം ഞാൻ എൻ്റെ റൂമിങ്ങനെ കണ്ടേക്കണത്. റൂം ഞാൻ വൃത്തിയാക്കും, എന്നാലും എനിക്ക് അത്ര ഡീപ്പ് ക്ലീനായിട്ട് എനിക്ക് ക്ലീൻ ആക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം എനിക്ക് ഇന്നാണ് ഡീപ്പ് ക്ലീൻ ആക്കാമെന്ന് പറ്റിയത്. അപ്പോൾ റൂം അതേ എൻ്റെ തുടക കഴിഞ്ഞപ്പോഴത്തേക്കും മൂത്രാൾ എണീറ്റിട്ട് എനിക്ക് കുളിക്കാൻ പോലും പറ്റിയില്ല ഗായ്സ്. അപ്പോഴത്തേക്ക് അവൾ എണീറ്റു. അപ്പോൾ ഇതാണ് എൻ്റെ റൂം ഞാൻ ഇത്രയും ക്ലീൻ ആക്കിയത് കേട്ടോ. ഇങ്ങനെ ഞാൻ സെറ്റ് ചെയ്തിട്ടേക്കണം റൂം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി പുതിയ വീഡിയോകൾ വരുന്നവരേക്ക് ബൈ, സീ യു.